ഭാരതത്തിന്റെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾക്ക് വിസ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കാശ്മീർ, ഹൈദരാബാദ് അല്ലെങ്കിൽ ജയ്പൂർ പോകണമെങ്കിൽ പാസ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലോ? നമ്മുടെ ഭാരതം ഒരു രാജ്യമല്ലാതെ 28 30 രാജ്യങ്ങളായിരുന്നാൽ അപ്പൊ എന്ത് ചെയ്യും? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ സംസ്കാരങ്ങളുമാണുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ 100ഓളം വരുന്ന പലതരം ഭാഷകളുണ്ട്, എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ പരസ്പരം സ്വപ്നം കാണാറുണ്ട്, കൂടെ പാട്ടുപാടാറുണ്ട്, ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഇതിന്റെ കോറെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് നാനാത്വത്തിൽ ഏകത്വം. ഇന്ന് ഈ രാജ്യത്തിന് മുഴുവനും ഒരേ കൊടിയാണുള്ളത്, ഒരേ ഭരണഘടനയാണുള്ളത്. അതെന്തുകൊണ്ടാണ്? ഒത്തൊരുമയാണ് നമ്മളുടെ അടയാളം. അത് നേടിയ മഹാനായ മനുഷ്യനെ ആദരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ആയിരത്തി 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ ആ സമയത്ത് വേറിട്ട് നിൽക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അക്കാലത്ത് പ്രഗത്ഭനായ അഭിഭാഷകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ സർദാർ പട്ടേൽ സമയം കളയാതെ ഓരോ സംസ്ഥാനത്തുള്ള ഭരണാധികാരികളുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തി. ആ ഭരണാധികാരികളെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടത്തിന് അദ്ദേഹം രൂപം നൽകി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അധ്യായം രചിച്ചത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും രാഷ്ട്രത്തെ ഒന്നാക്കുന്ന ഒരു അധ്യായം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷങ്ങൾക്ക് ശേഷം ഈ മഹാമനുഷ്യന് അദ്ദേഹം അർഹിക്കുന്നൊരു സ്ഥാനം കൊടുക്കാൻ ഈ രാജ്യം തീരുമാനിച്ചു. അങ്ങനെ സ്വമേധയാ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. നമ്മുടെ ഭാരതം ഒരുപാട് ജനസംഖ്യയുള്ള വലിയൊരു രാജ്യമാണ്, ഒരുപാട് നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ളതുമാണ്. പിന്നെ നമ്മുടെ ഒത്തൊരുമയെപ്പറ്റി 4-5 വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? 4-5 ശില്പങ്ങൾ വെച്ചാൽ മതിയോ? അല്ല, സർദാർ സാഹിബിന്റെ ഓർമ്മയ്ക്കായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം തന്നെയായിരിക്കണം. അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. കൂടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇത് വെറും ഒരു ശില്പമാകരുത്, ഇതിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ പ്രതീകമാക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറും. പ്രാദേശിക ഉൾപ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സ്ഥലമായി എക്താ നഗർ തിരഞ്ഞെടുത്തു. മാത്രമല്ല, പ്രാദേശിക ഗോത്ര ജനസംഖ്യ ഡെവലപ്പ് ചെയ്യാനുമാണ്. അത് വളരെ പ്രതീകാത്മകവും ഭാവിയിലെ അനുകരണത്തിന്റെ മാതൃകയുമായി മാറുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു സ്ഥലത്തിന്റെ സോഷ്യൽ എക്കണോമി എപ്പോഴാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാൻഡ്മാർക്ക് സ്ട്രക്ചറോ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം നിർമ്മിക്കുമ്പോൾ ആളുകൾ തിരയുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. പ്രതിമ കാണുക എന്ന ഉദ്ദേശം മാത്രമല്ല. ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി കെട്ടിപ്പൊക്കി ആ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ 4 വശത്തും ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ ടൂറിസ്റ്റ് സർക്യൂട്ട് വന്നതിനാൽ ആ പ്രദേശത്ത് ആയിരക്കണക്കിന് ജോലി സാധ്യതകൾ, കച്ചവടങ്ങൾ എന്നിവയ്ക്കും വഴിയൊരുക്കി. ഒരു തരത്തിൽ ചിന്തിച്ചാൽ അത് നമ്മുടെ തലമുറയിലെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തിലെ ഉന്നതനായ ഒരു നേതാവിനുള്ള സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ സർദാർ മെമ്മോറിയൽ ലോകം മുഴുവനുള്ള ടൂറിസ്റ്റുകൾക്ക് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആകും. നമ്മുടെ താജ്മഹൽ കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നു. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ പോകുന്നു. ഫ്രാൻസിലുള്ള ടവർ കാണുവാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാവരും പോകുന്നു. സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും അറിയണം, നമ്മുടെ ഭാരതത്തിലെ ഒരു മഹാരഥനായിരുന്നു സർദാർ സാഹിബ് എന്ന്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിറവേറ്റുക എന്നത് അത്ര എളുപ്പമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരു വലിയ മലയുടെ മുകളിൽ വെക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ സ്റ്റെബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന സാധു ബെറ്റ് ഐലൻഡിൽ ഇത് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു. സർദാർ സരോവർ ഡാമിന് നേരെയായി.
ഈ ഡാം സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്വപ്നമായിരുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു, അദ്ദേഹത്തിന്റെ വിഷനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘമായ വീക്ഷണം, വ്യക്തത, ഇതുപോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം, ഇവിടെ ഒരു ഡാം പ്രവർത്തനം ആരംഭിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. അത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ആ ഡാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയും വിശേഷിപ്പിക്കാം, അതൊരു പുണ്യസ്ഥലമാണെന്ന്. ഗുജറാത്തിലെ പകുതിയോളം പേർ സർദാർ സരോവറിലെ വെള്ളമാണ് കുടിക്കുന്നത്. അതുകൊണ്ട് സർദാർ സരോവർ ഗുജറാത്തിന്റെ ലൈഫ് ലൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. നർമ്മദ നദി വളരെ പഴക്കമുള്ളൊരു നദിയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പാറക്കൂട്ടം ലക്ഷക്കണക്കിന് വർഷങ്ങളായി നദിയുടെ നടുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മല എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമാർന്ന ഡയറക്ഷനുകളിൽ 52 ബോർഹോൾസ് ഡ്രിൽ ചെയ്തു. അതിനുശേഷം അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമകളിൽ ക്രൈസ്റ്റ് ദി റെഡീമിയർ 39.6 മീറ്ററും, സ്റ്റാച്യു ഓഫ് ലിബർട്ടി 93 മീറ്ററും, ജപ്പാനിലെ ഉഷിക്കു ദൈബുട്സു 120 മീറ്ററുമാണ്. അതുവരെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ പ്രതിമയായിരുന്നു. 153 മീറ്റർ ആയിരുന്നു അതിന്റെ ഉയരം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇതിനെ മറികടക്കാൻ മറ്റുള്ള പ്രതിമയേക്കാൾ 29 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്നു. 182 മീറ്ററാണ് ഇതിന്റെ ഉയരം. 182 എന്ന നമ്പർ വിധാൻസഭയുടെ സ്ട്രെങ്ത് ആണ്. അത് ഗുജറാത്ത് സ്റ്റേറ്റ് അസംബ്ലിയിൽ ലഭിച്ച ടോട്ടൽ നമ്പർ ഓഫ് സീറ്റാണ്. ഗുജറാത്തിന്റെ പുത്രനെ അനുസ്മരിക്കുന്ന ഗുജറാത്തിന്റെ പൂർണ്ണ ചൈതന്യത്തിന്റെ പ്രതിഫലനമായിരുന്നു അത്. ഉയരമുള്ള പ്രതിമകളിൽ ഒരു പൊതു സവിശേഷത കാണപ്പെടുന്നു. അവയുടെ രൂപകൽപ്പനയിൽ പ്രതിമകൾ ധരിക്കുന്ന വസ്ത്രം വിരിച്ച് പാദങ്ങൾ മറയ്ക്കുന്നു. അങ്ങനെ പ്രതിമയുടെ അടിത്തറ വലുതും വിശാലവുമാക്കാൻ കഴിയും. ലോകമെമ്പാടും ഉയരമുള്ള പ്രതിമകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ രീതിയാണിത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നത് സർവ്വവ്യാപിയല്ല, മറിച്ച് അസാധാരണമായിരിക്കണം. ഈ ലോകത്തിലുള്ള ഒരു പ്രതിമയുടെയും കാൽപാദങ്ങളും കണങ്കാലും പുറത്തു കാണാൻ സാധിക്കില്ല. നമുക്ക് സർദാർ പ്രതിമ നടക്കുന്ന രൂപത്തിൽ വേണമായിരുന്നു. പ്രതിമയുടെ 2 കാലുകളും അകലത്തിലായിരിക്കണം. കൃഷിക്കാരനായതിനാൽ സർദാർ ധോത്തി ധരിക്കാറുണ്ടായിരുന്നു, അത് അല്പം ഉയരത്തിൽ തന്നെ. അതുകൊണ്ട് സർദാറിന്റെ കണങ്കാലുകളും കാണിക്കണം. ഇപ്പോൾ അതൊരു സവിശേഷമായ വെല്ലുവിളിയായിരുന്നു. എന്നാൽ 182 മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ പല അപകടങ്ങളും സംഭവിച്ചേക്കാം. അത് ചിലപ്പോൾ നിരന്തരമായി വീശുന്ന ശക്തമായ കാറ്റ് കാരണമാകാം, അല്ലെങ്കിൽ കോരിച്ചൊരിയുന്ന മഴ കാരണം, മറ്റു ചിലപ്പോൾ അതിശക്തമായ സൂര്യന്റെ ചൂട് മൂലം. ഇനി അതുമല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് കെട്ടിടങ്ങളെ നിലംപരിശാക്കാൻ കഴിയുന്ന ഒരു ഭൂകമ്പ കാരണമാകാം. പ്രതിബന്ധങ്ങൾ അനേകമുണ്ടായിരുന്നു. അതിനാൽ ഈ പ്രദേശം ഒരു പ്രത്യേക കാറ്റാടി മേഖലയ്ക്ക് കീഴിലാണ്. സെക്കൻഡിൽ 39 മീറ്റർ, ഏകദേശം മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ ഉണ്ടായേക്കാം. എന്നാൽ ഈ പ്രതിമ 180 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഉചിതമായി രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തമാക്കി രൂപകൽപ്പന ചെയ്തു. കാഴ്ചയിൽ നിങ്ങൾക്ക് സർദാർ പ്രതിമ ഒരു ഡ്രമ്മിന്റെ മേലെ നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ അടിത്തറ വളരെ താഴെ നിന്നുമായിരുന്നു. അതുപോലെ ഭൂകമ്പ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് സോൺ 3 പ്രദേശമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ പ്രതിമ സോൺ 4 രൂപകൽപ്പന ചെയ്തു. അതിനാൽ ഈ പ്രതിമ 100 കണക്കിനേറെ വർഷങ്ങൾ നിലനിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിക്കുന്നതിന് നൽകപ്പെട്ട സമയപരിധി വെറും 42 മാസങ്ങൾ മാത്രമായിരുന്നു. നിർമ്മാണ ചുമതല ലഭിച്ചതാകട്ടെ രാജ്യത്തെ ഏറ്റവും മികച്ച നിർമ്മാണ കമ്പനിയായ ലാർസൻ ആൻഡ് ടൂബ്രോക്ക് ആയിരുന്നു. ഇതിൽ വേറൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ അളവായിരുന്നു പ്രശ്നം. സ്റ്റാച്യുവിന്റെ സൈസ് നിങ്ങളുടെ ബോഡിയുടെ 100 മടങ്ങ് അധികമായിരുന്നു. ഇത് എഞ്ചിനീയർക്ക് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. മാത്രവുമല്ല, രാംസൂത്ര ഉണ്ടായിരുന്നത് വലിയൊരു അനുഗ്രഹമാണ്. സർദാർ പട്ടേൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറല്ല, അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു നിർമ്മിക്കുക എന്നത് വളരെ ചലഞ്ചിങ് ആയ ഒരു ദൗത്യമായിരുന്നു. മുഖത്ത് എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാൽ പോലും അത് വലിയ ജനരോഷത്തിന് കാരണമാകുമായിരുന്നു. ഇനി ഇത് ഡിസൈൻ ചെയ്യേണ്ട ആർട്ടിസ്റ്റിന്റെ കാര്യമാണ്. അത് നിർമ്മിക്കുന്ന കൈകളിൽ വൈദഗ്ധ്യമുണ്ടാവണം, കൂടാതെ ശില്പത്തിന് ജീവൻ കൊടുക്കാൻ കഴിയണം. ഈ ലോകത്ത് 2 തരത്തിലുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ഒന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരും, മറ്റൊന്ന് അത് പ്രായോഗികമാക്കാൻ കഴിവുള്ളവരും. മോദിജി എന്താണ് വിഭാവനം ചെയ്തത് അത് ഞാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. ഈ സ്റ്റാച്യുവിന് കുറെ നാളുകളായി പഠനങ്ങൾ കണ്ടക്ട് ചെയ്തു വരികയായിരുന്നു. നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ, അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ്സ്, അദ്ദേഹത്തിന്റെ സ്റ്റാച്യൂസ്, എന്തൊക്കെ ബാക്കിയുണ്ടോ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് മുഴുവനായും പരിശോധിച്ചു.
പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷന്റെ പല പല ലെവൽസും ഏകദേശം 1 വർഷത്തോളം നോക്കി. ഉദാഹരണത്തിന് ആദ്യത്തെ രൂപരേഖ ചെറുതായിരുന്നു. അത് ജനങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ആർട്ടിസ്റ്റ് മിനിയേച്ചറും ഉണ്ടാക്കുകയാണ് ചെയ്തത്. 30 ഫീറ്റ് ഹൈറ്റിലുള്ള ഈ മിനിയേച്ചർ ഇപ്പോൾ അത് ഗാന്ധിനഗറിലാണുള്ളത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരത്തിൽ സർദാർ സാഹിബ് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമങ്ങളെയും രാജ്യത്തിലെ കർഷകരെ ഒരുമിപ്പിക്കുന്നതിലും. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത ഉദിച്ചത്. നമ്മുടെ ഭാരതത്തിലെ 6 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിലെ വയലിലെ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ഓരോ ഗ്രാമത്തിലെ കർഷകരുടെ കയ്യിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ ഭാരതാംബയ്ക്ക് പോലും ബന്ധമുള്ള എല്ലാ ഇരുമ്പായുധങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് ഉരുക്കിയെടുക്കും. എന്നിട്ട് ഈ പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി നമ്മൾ ഇത് ഉപയോഗിക്കും. എന്റെ 2ാമത്തെ തീരുമാനം, ഈ ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും മണ്ണ് കൊണ്ടുവരും. എന്നിട്ട് ആ മണ്ണും ഈ പ്രതിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒത്തൊരുമയാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഓരോ ഓഹരി ഉണ്ടാകും. എല്ലാവരുടെയും പങ്കാളിത്തവും അവരുടെ എല്ലാം ആത്മാർത്ഥതയും ഈ പ്രതിമയുടെ നിർമ്മാണത്തിനൊരു മുതൽക്കൂട്ടാവും. ഇവിടെ ഞങ്ങളുടെ അടുത്ത് 1,69,000-ഓളം പിന്നെ കുറച്ച് ഓഡ് നമ്പേഴ്സ് ഓഫ് ബോക്സസും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് എൻ്റെ കയ്യിലൊരു 3 താക്കോല് തന്നു. അവര് പറഞ്ഞത് അവിടെ 3 വെയർ ഹൗസ് ഉണ്ട്, അതിനകത്ത് കുറച്ച് ബോക്സസ് ഉണ്ട്, അതിലിരിക്കുന്ന ഇരുമ്പ് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. 24,500 ടൺ സ്റ്റീൽ, 70,000 ടൺ സിമന്റ്, 1,700 ടൺ വെങ്കലം എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രതിമ സ്ഥാപിച്ചത്. സമയപരിധി ഉണ്ടായിരുന്നു, കൂടാതെ ജോലിയും കൂടുതലായിരുന്നു. അതിനിടയിൽ ഒരു പ്രവേശന കവാടവും ഒരു മ്യൂസിയവും അതിനോടൊപ്പം എലിവേറ്ററുകളും ഉള്ള ഒരു കെട്ടിടം നിർമ്മിക്കേണ്ടതായിരുന്നു. ഈ ഘടന സന്ദർശകർക്ക് 135 മീറ്റർ ഉയരമുള്ള വ്യൂവിംഗ് ഗാലറിയിൽ നേരിട്ട് എത്തിച്ചേരാൻ അനുവദിക്കുന്നു. അവിടെ സർദാർ സരോവർ അണക്കെട്ടിന്റെയും ചുറ്റുപാടുകളുടെയും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നു. നിങ്ങൾ ഈ വലുപ്പത്തിലുള്ള ഒരു സ്മാരകം നിർമ്മിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അറ്റകുറ്റപ്പണികളും കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് വളരെ പ്രായോഗികമായ ഒരു തീരുമാനമെടുക്കണം. സ്വാഭാവികമായും ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും ഒരു പാറ്റിനെ നേടുകയും ചെയ്യുന്ന വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കും. അതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിലനിർത്തുന്നത് ലാഭകരമായിരിക്കും. അറ്റകുറ്റപ്പണികൾ ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല. ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ഒരു തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, അതതിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വേഗതയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൂടി തെളിയിച്ചു. 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഗുജറാത്തിലെ ഈ ഒരു ചെറിയ പ്രദേശമായ ഏക്താ നഗർ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. എന്റെ ലക്ഷ്യം ആകർഷണമുണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒത്തൊരുമ എങ്ങനെയാണോ, നിർമ്മാണ സമയത്തും അതേ ഒത്തൊരുമ തന്നെ ഉണ്ടായി, നിർമ്മിച്ചതിന് ശേഷവും ഉണ്ടായി. പിന്നെ ആ സ്ഥലം മുഴുവൻ ഭാരതത്തിന്റെ ഏകതയുടെ പുണ്യസ്ഥലമായി മാറ്റണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. തുടർന്ന് ഏകതയുടെ സന്ദേശത്തിന്റെ കൂടെ തന്നെ ഏകതാ നഗർ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രാദേശിക ഗോത്രവർഗത്തിൽപ്പെട്ടവർക്ക് തൊഴിലവസരങ്ങളും മെച്ചപ്പെട്ട ജീവിതവും വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പരിവേഷണമാണിത്. ഇത് ഗുജറാത്തിലെ ഒരു പുരോഗമനവും എത്താത്ത സ്ഥലങ്ങളാണ്. അവിടുത്തെ ആർക്കും തന്നെ അധികം വിദ്യാഭ്യാസ യോഗ്യതയുമില്ല. അവർക്ക് വലിയ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളോ ജോലി സാധ്യതയോ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവർക്കതിനുള്ള മിടുക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് ഈ പ്രോജക്റ്റ് പ്രസന്റിലും ഫ്യൂച്ചറിലും ഉപകാരപ്പെടണമെന്ന്. ഇത് വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഒരു പ്രധാന പ്രതീകമാണ്. ഇവിടെ ട്രൈബൽ യൂത്ത്, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അങ്ങനെ എന്തെല്ലാം മാൻ പവർ റിസോഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഇതിൽ ഉപയോഗിക്കണം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണി കഴിപ്പിക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചത്. എന്റെ വീട്ടിൽ 10 അംഗങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ജോലിയുള്ളത് എനിക്ക് മാത്രമായിരുന്നു.
ബോൺസായി എന്നാൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പതുക്കെ പതുക്കെയാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. ഒരു വലിയ വൃക്ഷത്തെ ചട്ടിയിൽ നട്ടു വളർത്തുന്നതാണ് ബോൺസായി. ഇങ്ങനെ ചെയ്ത് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഞാനത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. എക്താ നഗറിൽ ഏകദേശം 300 സ്ത്രീകൾക്ക് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ജോലി ലഭിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോ ഞങ്ങൾ സ്ത്രീകൾ സംസാരിച്ച് ഹിന്ദിയൊക്കെ നന്നായി പഠിച്ചു. അവരോട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം, നല്ല ധൈര്യം വന്നു. കുറെ മാറ്റങ്ങൾ വന്നു. ഇതിനു മുമ്പ് സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. ഇപ്പോ സ്വന്തമായി സമ്പാദിച്ച് വീട് നോക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. ഏക്താ നഴ്സറിയിൽ ബോൾസായ് പോലെയുള്ള വിവിധ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാം. അതോടൊപ്പം സഖി മണ്ഡലം നടത്തുന്ന ഏക്താ കഫേയും നിങ്ങൾക്ക് കണ്ടെത്താനായി സാധിക്കും. ശാരദ സഹോദരിയെപ്പോലെ മറ്റ് നിരവധിയായ പ്രാദേശിക സ്ത്രീകളും പരമ്പരാഗത ഗോത്ര വിഭവങ്ങളുടെ ആധികാരികമായ രുചി ഇവിടെ വിളമ്പുന്നു. അത് നമ്മുടെ ഹൃദയത്തെ നേരിട്ട് സ്പർശിക്കുന്നു. 4 വർഷത്തിന് മുമ്പ് ഇവിടെ കഫേ ആരംഭിച്ചത്. ഇവിടെ ഞങ്ങള് 40ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും മാനേജ് ചെയ്യുന്നത് എന്റെ ജോലി. ഇവിടെ കഫേയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഞങ്ങൾക്ക് അതിനുള്ള പ്രതിഫലവും കിട്ടാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വീട്ടിൽ 4 പേർക്ക് വേണ്ടിയ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ 150 പേർക്കോളം വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ സന്തോഷമുണ്ട്. ഇനി എത്ര പേര് വന്നാലും ഞങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ പറ്റും. അതായത് 100, 150, 200 അല്ലെങ്കിൽ 300 പേര് വന്നാലും നമുക്ക് അവരെ സെർവ് ചെയ്യാൻ പറ്റും. ആ സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്നതെല്ലാം, അതായത് പയറുവർഗ്ഗങ്ങൾ, അരി, പിന്നെ പച്ചക്കറികൾ എല്ലാം ഓർഗാനിക്കാണ്. അവിടെ ഉണ്ടാവുന്ന ഈ ഓർഗാനിക് സാധനങ്ങൾ വെച്ച് സ്ത്രീകൾ എക്താ കഫക്കുള്ളിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. കഫേ വികസിക്കുന്നതിനനുസരിച്ച് ഒരുപാട് സ്ത്രീകളെ ചേർക്കാനാവൂന്ന ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളെ പോലും ഞങ്ങളുടെ ഒപ്പം ചേർക്കാനാകും. അതുകൊണ്ട് അവർക്കും ആരുടെ സഹായം കൂടാതെ സ്വന്തം വരുമാനത്തിൽ ജീവിക്കാനാകും. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം. എനിക്ക് തോന്നുന്നത് ഇത് റോൾ മോഡലാണെന്ന്. നന്നായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ത്രീ സംരംഭം. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നത് ഈ സ്റ്റേറ്റിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാൻ കഴിയണം. സഖി മണ്ഡലം പോലുള്ള മാതൃകകൾ മൂലം സമൂഹം മുഴുവൻ പ്രയോജനം നേടുകയായിരുന്നു. ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു അംഗീകാരം അനുഭവിച്ചറിയുകയായിരുന്നു. അതുമൂലം അവർക്ക് ഉയർന്ന ആത്മവിശ്വാസം ലഭിച്ചു. ഇവരുടെ ഈ ആത്മവിശ്വാസം മറ്റ് സ്ത്രീകളെയും കൂടി പ്രചോദിപ്പിക്കാനുള്ള കാരണമായി. തൽഫലമായി പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള ജോലികൾ ഇപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളും വളരെയധികം സമർത്ഥമായി കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങി. എന്റെ പേര് തഡ്വി മനീഷ. ഞാനിപ്പോ ഒരു ഓട്ടോ ഓടിക്കുകയാണ്. ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കുറച്ച് ടീച്ചേഴ്സ് വന്നിരുന്നു. അവര് പറഞ്ഞതനുസരിച്ച് GMR സെന്ററിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു. ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയാലും കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയാലും അല്ലെങ്കിൽ ഏർലി മാരേജ് ആയവർ, അതായത് പെട്ടെന്ന് വിവാഹം ചെയ്തവർ, ഇവിടെയുള്ളവർക്ക് പ്രത്യേക തൊഴിൽ വൈദഗ്ധ്യമില്ല. അതവരെ തൊഴിലില്ലായ്മയിലേക്ക് നയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ അവിടെ നടത്തി വരികയാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഡിസൈൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പഠന സിലബസ്, അതായത് പ്രധാനമന്ത്രി കൗശല്യ വികാസ് യോജന PMKVY, അതിൻ്റെ മോഡൽസ് ഫോളോ ചെയ്യും. പിന്നെ 1 മാസം തൊട്ട് 3 മാസം വരെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്. അതും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലൊരു സ്റ്റോറിൽ RGM ആയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും സ്ത്രീകളാണ്. ഇത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഓൾ വുമൺ സ്റ്റാഫ് സ്റ്റോറാണ്. ആദ്യമൊക്കെ ഇതുപോലൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒരുപാട് അവസരങ്ങൾ വന്നതിന് ശേഷം അവരിൽ ചിലർക്ക് ഗ്രാമത്തിന് പുറത്തേക്ക് പോകാനാവുന്നില്ലെങ്കിൽ പോലും അവർക്കിപ്പോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാവുന്നുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീടിന് പുറത്തു പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ബർഗേഴ്സ് ഒന്നും ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഒന്നും അറിയില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതിന് ശേഷം എക്താ നഗറിൽ വളരെയധികം മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ ഒരു ടീമിനൊപ്പമായിരുന്നു. പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പിന്റെ ട്രെയിനറാണ്. പുതിയതായി വരുന്ന സ്ത്രീകൾക്ക് ഞാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്.
മക്ഡൊണാൾഡിൽ ജോലി ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളുടെ തൊഴിൽപരമായ നേട്ടങ്ങളാണ്. ഒരു ദിവസം എല്ലാം മാറും. ഇപ്പൊ ഞങ്ങൾക്ക് പ്രമോഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെയുള്ള ലോക്കൽസ് തന്നെയായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഈ സ്റ്റോറൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ഥാപനത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കായിരിക്കും ജോലി സാധ്യത. നല്ല കമ്പനിയുടെ സ്വാധീനം എല്ലായ്പ്പോഴും നല്ല സ്വാധീനം ചെലുത്തും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ നല്ല കമ്പനിയുടെ ഫലമായിരിക്കാം പ്രാദേശിക സ്ത്രീകളും വലിയ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അവരുടെ ജീവിതവും മെച്ചപ്പെടാൻ തുടങ്ങി. അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നോട്ട് നോക്കേണ്ടതായ ആവശ്യം അവർക്ക് വന്നിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഹെയ്തൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ യൂണിറ്റി 90 FM. ഹലോ, എന്റെ പേര് ഹെയ്തൽ പട്ടേൽ. ഞാനിവിടെ ഒരു റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഗൈഡായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ റേഡിയോ ജോക്കിയായിട്ട് എന്നെ സെലക്ട് ചെയ്തത്. ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. ഞാൻ അധികമൊന്നും ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. എല്ലാത്തിനോടും എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ ഗൈഡായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെയൊക്കെ നമുക്ക് കാണേണ്ടി വരുമല്ലോ. ഓരോ ദിവസവും പുതിയ ആളുകളോട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ എന്റെ പേടിയൊക്കെ കുറഞ്ഞു. അങ്ങനെയാണ് എന്റെ ഉള്ളിലുണ്ടായിരുന്ന പേടിയൊക്കെ മാറി എല്ലാവരോടും കൂടുതൽ ധൈര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ സർദാർ സരോവർ ഡാം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നർമ്മദ നദിയും. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ ജോലിക്ക് വേണ്ടി ബറോഡ, അഹമ്മദാബാദ് മുതലായ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോ ആളുകൾക്ക് ജോലിക്ക് വേണ്ടി എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്ത് അവരുടെ ഫാമിലിയെ നോക്കാൻ സാധിക്കുന്നു. ഒരു കഥയ്ക്ക് എഴുത്തുകാരനുണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗൈഡ്സുകളായിരിക്കും. 2018 ഈ പ്രതിമയുടെ ഉദ്ഘാടനം ചെയ്തത് മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്തു വരുന്നു. പിന്നെ ഞാൻ ഈ ജില്ലക്കാരനായതുകൊണ്ട് എനിക്ക് ഈ സ്ഥലത്തോട് വല്ലാത്ത ഒരു അടുപ്പമുണ്ട്. ഈ ഗാലറിയിൽ നിൽക്കുമ്പോൾ സർദാർ സാഹിബിന്റെ മനസ്സിലെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൂടെ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യൂയിങ് ഗാലറിയിൽ ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ രണ്ട് ഭാഗവും കാണുന്ന രീതിയിലാണ് സ്റ്റാച്യു തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റാച്യു ഹോളോ ആണ്. മാത്രമല്ല സ്റ്റാച്യു എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അത്തരം കാര്യങ്ങളും അവിടെ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ എക്സിബിഷൻ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുന്നിൽ തന്നെ ടെക്നിക്കൽ ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടന്നതെന്നതിനെ പറ്റി. അതിനുശേഷം സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയും കാണാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ ഞങ്ങൾ ഒരു പ്രത്യേക തിയേറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. 2018 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞങ്ങൾ കരുതിയത് ഇങ്ങനെയുള്ള ഒരു മഹാമനുഷ്യന്റെ കാലുകൾക്ക് പുഷ്പാഞ്ജലി ചെയ്യണമെന്നായിരുന്നു. ഇത്രയും വലിയ ശില്പത്തിന്റെ പാദങ്ങളിൽ പുഷ്പാഞ്ജലി ചെയ്യണമെങ്കിൽ അതായത് ദിവസവും പുതിയ പൂവുകൾ എവിടെ നിന്ന് നമ്മൾ കൊണ്ടുവരും? അതുകൊണ്ട് ഇവിടെ പുതിയൊരു താഴ്വരയും പൂന്തോട്ടവും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഒരു മനോഹരമായ ആശയത്തിലൂടെ ഈ കാണുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഭാരത് വൻ ഇവിടെ ജനിച്ചു. ഇത് 24 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ പൂന്തോട്ടം ലോകത്തുള്ള 300 വ്യത്യസ്ത ഇനം പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. 2016 48,000 ചെടികൾ കൊണ്ട് ആരംഭിച്ച ഈ ഭാരത് വൻ ഇന്ന് 22 ലക്ഷം ഇനം ചെടികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ടൂറിസ്റ്റ് സർക്യൂട്ടിൽ ജനങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് സ്റ്റാച്യു കണ്ടതിന് ശേഷം 3-4 മണിക്കൂറിനകം ജനങ്ങൾ തിരിച്ചു പോകാതെ അവിടെ തന്നെ ചിലവഴിക്കണമെന്നായിരുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്റർടൈൻ ചെയ്യുന്നതിനു വേണ്ടി പലതരത്തിലുള്ള അട്രാക്ഷൻസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മോദിജി സ്വപ്നം കണ്ട മിയാവാക്കി ഫോറസ്റ്റും രൂപീകരിച്ചു. ഒരു സ്ഥലത്തെ മണ്ണ് ഫലഭൂഷ്ടമല്ലെങ്കിൽ മിയാവാക്കി ടെക്നിക്ക് ഉപയോഗിക്കാം. ആ സ്ഥലത്തെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വഴിയാണിത്. പ്രശസ്ത ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ അഖീര മിയാവാക്കിയുടെ പേരിലാണ് മിയാവാക്കി വനം അറിയപ്പെടുന്നത്. അദ്ദേഹം വികസിപ്പിച്ച സാങ്കേതികതയിലൂടെ മരങ്ങൾക്കും ചെടികൾക്കും 10 ഇരട്ടി വേഗത്തിൽ വളരാനും സാന്ദ്രത 30 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനും കഴിയും. സ്ഥലപരിമിതിയുള്ള നഗരപ്രദേശങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ പ്രയോജനകരമാണെന്ന് തെളിയിച്ചതാണ്. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പോലും പ്രകൃതിയുടെ സാമീപ്യം അനുഭവിക്കാൻ ആളുകളെ അനുവദിക്കുന്നു.
17 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആരോഗ്യവനം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ വനത്തിൽ നല്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി ഏകദേശം 80 മീറ്റർ നീളമുള്ള ഒരു മനുഷ്യരൂപം സൃഷ്ടിച്ചു. വ്യത്യസ്ത സസ്യങ്ങൾ തന്ത്രപരമായ രൂപത്തിന്റെ വിവിധ ശരീരഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഓരോന്നും മനുഷ്യ ശരീരത്തിന്റെ ആ ഭാഗത്തിന് പ്രത്യേക ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഒരു വശത്ത് പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ ഒരു പ്രകടനമുണ്ട്. പച്ചപ്പ് പ്രദർശിപ്പിച്ച് പൂക്കളുടെ മോഹിപ്പിക്കുന്ന താഴ്വര. മറുവശത്ത് പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതകരമായ വശമുണ്ട്. അതായത് വന്യജീവികളും പക്ഷികളും അടങ്ങിയ കേവാദിയ ജംഗിൾ സഫാരി. സോ ദ ജംഗിൾ സഫാരി, അതായത് സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് സൂ, ഇത് ഇവിടെയുള്ള ബെസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നാണ്. പ്രതിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി വരുന്ന കാര്യവും ഇത് തന്നെയാണ്. ജംഗിൾ സഫാരി. അതിനുവേണ്ടി 200-250 ഏക്കറോളം ലെവൽ ലാൻഡ് വേണം. ഒരുപക്ഷെ ഇവിടെ പരന്ന സ്ഥലമില്ലെങ്കിലോ? അപ്പോൾ മലയ്ക്ക് മുകളിൽ നിർമ്മിക്കാൻ പറഞ്ഞു. മലയുടെ മുകളിൽ പോയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് മലകളെല്ലാം പല ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് ജംഗിൾ സഫാരിയെ 7 നിലകളിലായി ഡിസൈൻ ചെയ്തു. 27 മീറ്റർ മുതൽ 180 മീറ്റർ വരെ പല ഉയരങ്ങളിലായി മലകളുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇവിടെ മൃഗങ്ങൾക്ക് വളരെ വിശാലമായ ചുറ്റുപാടുകളുണ്ട്. പിന്നെ അത് ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്ലാസ് ഗാലറി കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് മൃഗങ്ങളെ, പ്രത്യേകിച്ച് മാംസഭോജികളായ മൃഗങ്ങളെ വളരെ അടുത്തുനിന്ന് കാണാൻ സവിശേഷമായ അവസരമുണ്ട്. ജംഗിൾ സഫാരിക്കുള്ളിൽ ഏകദേശം 1500ഓളം പലതരം ജീവികൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെ 17 രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ 100 തരത്തിലുള്ള പലതരം ഇനങ്ങളെ കാണാൻ കഴിയും. അവിടെ ഏവിയേരിയസ് കൺസ്ട്രക്ട് ചെയ്തു. ആ ഏവിയേരിയസ് ജിയോഡെസിക് ഡോംസിനുള്ളിലാണ് പണിതിരിക്കുന്നത്. അപ്പോഴും അവിടെ 2 ഏവിയേരിയസ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ ബേർഡ്സിന് വേണ്ടിയും മറ്റൊന്ന് പുറം നാട്ടിലെ പക്ഷികൾക്കായും. എന്റെ പേര് തഡ്വി ദിലീപ്. ഞാനിപ്പോ SP സൂവിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ റെയ്നോയുടെ കെയർടേക്കറാണ്. എൻ്റെ പേര് സരിത എന്നാണ്. ഞാൻ ഏക്ത നഗറിലുള്ള കേവാഡിയ കോളനിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ എല്ലാ മൃഗങ്ങളെ നോക്കാറുണ്ട്. അവിടെ വൈൽഡ് ബീസ്റ്റ് ഉണ്ട്, വലിയ കൊമ്പുള്ള ഓറിക്സും ഉണ്ട്, പിന്നെ ഓസ്ട്രിച്ച്, ജിറാഫ്, ഇതൊക്കെയുണ്ട്. എനിക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ജിറാഫിനോടാണ്. ഞാൻ ജിറാഫായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു റെസ്ക്യൂർ ആയിരുന്നു. 18 വർഷമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് പാമ്പ് മുതൽ മുതല വരെ റെസ്ക്യൂ ചെയ്യുന്ന ജോലിയായിരുന്നു. ഇവിടെ ഇതൊക്കെ ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ എൻ്റെ പ്രൈവറ്റ് ജോലി ഒഴിവാക്കി. എനിക്ക് മൃഗങ്ങളെ വളരെ ഇഷ്ടമാണ്. അതിനുശേഷം എനിക്ക് മൃഗങ്ങളുമായി ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചു. ഇതിൽ ആവേശകരമായ കാര്യം എന്തെന്നാൽ ഗുജറാത്തിൽ വേറെ എവിടെയും റെയ്നോസിനെ കണ്ടിട്ടേയില്ല. ഇപ്പോൾ എനിക്ക് റെയ്നോ പോലെ ഒരു മൃഗവുമായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ എങ്ങും പോവാറുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ട്രെയിനിങ്ങിനൊക്കെ ചേർന്നു. അങ്ങനെ എനിക്ക് അനിമൽസിനോടും ബേർഡ്സിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കൂടി. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഗവൺമെന്റ് ജോബിനേക്കാളും എനിക്ക് ഈ ജോലി ഒരുപാട് ഇഷ്ടം. കാരണം എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ എന്ത് ജോലി ചെയ്താലും എനിക്ക് കിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതിനെല്ലാം ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എനിക്ക് രണ്ടാമതൊരു വീട് കൂടി കിട്ടിയ പോലെയാണ് തോന്നുന്നത്. കുട്ടികൾക്ക് എങ്ങനെയാണ് ഫാമിലിയിൽ ഒരു സ്ഥാനമുള്ളത്, അതുപോലെയാണ് ഏക്ത നഗറിലെ ഈ പൂന്തോട്ടത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന പ്രാധാന്യവും. ഇവിടെ കുട്ടികൾക്കായി മനോഹരമായ അട്രാക്ഷൻ പോയിന്റ്സും ഒരുക്കിയിട്ടുണ്ട്. ശ്രീയന്ത്രത്തിന്റെ മാതൃകയിലാണ് ഈ മെയ്സ് ഗാർഡൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതും 3 ഏക്കറിലധികം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മെയ്സ് ഗാർഡൻ. കുട്ടികൾക്ക് കളിക്കുന്നതിനോടൊപ്പം ആരോഗ്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാനായി ചിൽഡ്രൻസ് ന്യൂട്രീഷൻ പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഇന്ത്യൻ ഒറിജിൻ ഡൈനോസറുകളുടെ ഒരു ലോകമാണ്. നർമ്മദ വാലിക്കടിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഫോസിലുകളിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാജാസോറസ്,
നർമാഡെൻസിസ് എന്ന ഡൈനോസറുകൾ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നു. പ്ലിക്കാസിനെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ സാധിക്കും. അതിനിടയിലൂടെ ഒരു ഡൈനോ ട്രെയിനുമുണ്ട്. ഇവിടെ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചിൽഡ്രൻസ് ന്യൂട്രീഷൻസ് പാർക്ക് ഉണ്ട്. പ്രായം ചെന്ന വയസ്സായവർക്ക് ആരോഗ്യവൻ ഉണ്ട്. പക്ഷേ സാഹസികരായ യുവാക്കൾക്ക് എന്തുണ്ടെന്ന് ആലോചിച്ചു. അപ്പൊ നമ്മുടെ പ്ലാനിൽ റിവർ റാഫ്റ്റിംഗ് കൂടി ഉൾപ്പെട്ടു. നിങ്ങൾ കാശ്മീരിൽ ലഡാക്കിലും റിവർ റാഫ്റ്റിംഗ് ചെയ്തു വന്നോളൂ. ഉത്തരാഖണ്ഡിലും റിവർ റാഫ്റ്റിംഗ് ചെയ്തു വന്നോളൂ. അതിനുശേഷം ഇവിടുത്തെ റിവർ റാഫ്റ്റിംഗ് ചെയ്തു നോക്കൂ. ഇവിടെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ ഒഴുക്ക് വളരെ വേഗതയിലാണ്. ഇവിടെ 5 കിലോമീറ്ററിനുള്ളിൽ 11 റാപ്പിഡുകളുണ്ട്. 1 മണിക്കൂർ നന്നായി എൻജോയ് ചെയ്യാൻ കഴിയും. പുറത്ത് 12-15 കിലോമീറ്റർ പോയാലും ഇത്രയും എൻജോയ്മെന്റ് കിട്ടില്ല. പകൽ സമയത്ത് എല്ലാവിധ അട്രാക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ രാത്രിയിലും ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റാച്യുവിന്റെ മേലെ വളരെ ഭംഗിയുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് പ്രൊജക്ഷൻ മാപ്പിംഗ് ഉണ്ടാവും. ജനങ്ങൾ അതും എൻജോയ് ചെയ്യും. വാലി ഓഫ് ഫ്ലവേഴ്സിനുള്ളിൽ ഗ്ലോ ഗാർഡൻ ഉണ്ട്. ഇതൊരു ഭംഗിയുള്ള പാർക്ക് സ്പേസ് ആണ്. അവിടെ പലതരം രൂപങ്ങളുണ്ട്. മൃഗങ്ങളുടെ രൂപങ്ങളുണ്ട്, പ്രകാശിക്കുന്ന ചെടികളും മരങ്ങളുമുണ്ട്. കൂടാതെ അവിടെ സംഗീതവും ഉണ്ടാവും. പിന്നെ ഇവിടെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന നർമ്മദ ആരതിയുണ്ട്. ഈ സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ പർവ്വതങ്ങൾ തലകുനിക്കും. ഭക്തിയുടെ വിളക്കുകൾ തെളിയും. വിശ്വാസത്തിന്റെ തീജ്വാല പ്രകാശിക്കാൻ തുടങ്ങും. ഏക്താ നഗർ ഒരു വലിയ അനുഭവമാണ്. അത് ഒരുപാട് കാലം നമ്മുടെ മനസ്സിൽ ജീവിക്കും. നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ലാൻഡ്സ്കേപ്പ്, കൂടാതെ ഈ സ്ഥലത്തിൻ്റെ ആധുനികതയും നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് ആനന്ദം നൽകുന്നു. അത് മറക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഈ വിഷയം അറിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ആശ്ചര്യപ്പെടും. 2018 മുതൽ ഈ സമയം വരേക്കും 1 കോടിയിലധികം ജനങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനായി ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചു. ഇവിടെ നിന്ന് കണക്ടിവിറ്റി ചെന്നൈ, മുംബൈ, ഡൽഹി, വാരണാസി, അഹമ്മദാബാദ് എന്നിങ്ങനെയുള്ള പ്രധാന നഗരങ്ങളിലേക്കാണ്. ഒരു ദിവസം ഏകദേശം ഇവിടെ 10,000-ൽ കൂടുതൽ സന്ദർശകർ ഉണ്ടാവും. അത് വീക്കെൻഡ്സ് ആവുമ്പോൾ 20,000-ൽ കൂടുതൽ വിസിറ്റേഴ്സായി മാറും. അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷൻസ്, വീക്കെൻഡ്സ് ഒക്കെ ആവുമ്പോൾ, കുട്ടികൾക്ക് ലീവ് കിട്ടുമ്പോൾ, ദീപാവലി സീസൺ സമയത്ത് ഒരു ദിവസം 50,000 പേര് വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനോടകം ഏകതാ നഗറിൽ നിരവധി ആഭ്യന്തര അന്തർദേശീയ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി പരിസ്ഥിതിയെ മുന്നിൽ കണ്ടുകൊണ്ട് 2022-ൽ നടത്തിയ മിഷൻ ലൈഫ് ആയാലും, അല്ലെങ്കിൽ പിന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ കീഴിൽ 2023-ന് വിന്റേജ് കാറുകളുടെ അന്താരാഷ്ട്ര മോട്ടറിംഗ് മത്സരമായാലും, അല്ലെങ്കിൽ 2023-ൽ G20 രാജ്യങ്ങളിൽ നിന്നുള്ള 70-ലധികം പ്രതിനിധികളെ സ്വാഗതം ചെയ്ത ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ആയാലും, അവിടെ വരുന്ന ജനങ്ങൾ എന്താണോ ടൂറിസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലുണ്ട്. അവിടെ പോകുന്ന ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടാവും. പക്ഷേ അവരെന്ത് ചിന്തിച്ചോ അതിനേക്കാൾ ഇരട്ടിയായി അവിടെ കാണാൻ സാധിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ എനിക്ക് വളരെയധികം ഇഷ്ടമായി. മഹാരാഷ്ട്രയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സ്റ്റാച്യു അത്ഭുതകരമായിരിക്കുന്നു. അതിലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും അവരുടെ കഷ്ടപ്പാടും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ടത്. ഒരു ഭാരതീയനായി എനിക്ക് ഇതിൽ വളരെ അഭിമാനമുണ്ട്. ഇതുപോലൊരു സംഭവം കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു വിഷയം എന്തായാലും ഇവിടെ പറഞ്ഞേ പറ്റൂ. അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ വൃത്തിയും വെടുപ്പുമാണ്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആണ്. ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ 2 മടങ്ങ് ഉയരമുണ്ടെന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇന്ത്യയുടെ മുന്നേറ്റം എങ്ങോട്ടാണെന്ന് ഈ പ്രതിമ പറയും. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ്. ഒരിക്കൽ നിങ്ങൾ അതിന്റെ മേലിൽ ചെന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വിസ്മയം മനസ്സിലാക്കാവുന്നതാണ്. എന്റെ ചില ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടെയാണ്, ഞങ്ങൾക്കും ഇതൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന്. അവിശ്വസനീയമായ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ്. ഇതിന്റെ നേച്ചറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിരിക്കണം. ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇതുപോലൊരു അത്ഭുതമായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് ശരിക്കും ലോകോത്തരമായ കാര്യമാണ്. ഈ പ്രതിമ ആകാശത്തോട് സംസാരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ
മഹത്വമാണ്. ഇത് നമ്മൾ ലോകത്തിനു മുമ്പിൽ തെളിയിച്ചു. ഭാരതം വളരെ വലിയ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന്. വെറും അർബൻ ഏരിയാസിൽ നിന്ന് വരുന്നവർക്ക് മാത്രമല്ല, എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അതായത് റൂറൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് കൂടി ആ സ്റ്റാച്യു കാണുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളവിടെ എത്തി എന്നുള്ളൊരു ഫീലിംഗ് വരും. ഭാരതത്തിന് നിർമ്മിക്കാൻ കഴിയും. ലോകത്തൊരിടത്തുമില്ലാത്തത് ഭാരതത്തിന് സ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഭാരതത്തിന്റെ അഭിമാന ചിഹ്നമാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഈ നാടിന്റെ അന്തസ്സിനെ ഉയർത്തുന്നതാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഭാരതത്തിന്റെ ഗോൾഡൻ എരയാണ്. കുറച്ചുപേർ ഭക്തിയുള്ളത് കൊണ്ട് വന്നതായിരിക്കും, ജിജ്ഞാസ കൊണ്ട് വന്നവരുമുണ്ടാകും. പിന്നെ കുറച്ചുപേർ ചരിത്രം എന്താണെന്ന് പഠിക്കാൻ വന്നവരുമുണ്ടാകും. പിന്നെ ഈ വാസ്തുവിദ്യാ വിസ്മയം കാണുവാൻ വേണ്ടി വന്നവരുമുണ്ടാകും. നിങ്ങൾ ഏത് വികാരത്തോടു കൂടി വന്നാലും വന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. പക്ഷേ ഈ ആദരവ് ഇതോടുകൂടി അവസാനിക്കുന്നില്ല. സർദാർ സാഹിബിനോടുള്ള ആത്മാർത്ഥമായ ആദരവ് സത്യമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഓരോ നിമിഷവും ഒരു സ്വപ്നം, ഒരൊറ്റ സ്വപ്നം മാത്രമാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഏക ഭാരതം, ശ്രേഷ്ഠ ഭാരതം. ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും ആളുകൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ ഒരുമിച്ച് ചേർത്ത് വളരെ മനോഹരമായ ഒരു പൂച്ചെണ്ട് ഗംഭീരമായി ഉണ്ടാക്കിയെടുക്കുന്നു. പൂക്കളുടെ സുഗന്ധം പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ മൂല്യങ്ങളുടെ സുഗന്ധമുണ്ട്. നമ്മുടെയൊക്കെ മുതിർന്നവരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി ലഭിച്ച മൂല്യങ്ങൾ. നമ്മൾ മുന്നോട്ടു പോകും, പുതിയ ആളുകൾ വരും, കാലം മാറും, വർഷങ്ങൾ കടന്നു പോകും. എന്നാൽ വൈവിധ്യത്തിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളിൽ തീർച്ചയായും നിലനിൽക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ പോലെ കാലത്തിന്റെ പരീക്ഷണത്തിന് ശേഷവും വർഷം തോറും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. തലമുറ തലമുറയായി നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. ജയ് ഹിന്ദ്.